പിശാച് പല രൂപത്തിൽ രൂപപ്പെടാം. പട്ടി, പന്നി, ഏത് രൂപത്തിലും പിശാചിന് രൂപം സിദ്ധിക്കാൻ കഴിയും. ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് പിശാച് ഓടും. ആ ശബ്ദം കേൾക്കുന്നത് അവന് വെറുപ്പാണ്, അവന് ഇഷ്ടമല്ല. ബാങ്ക് കേൾക്കാത്ത സ്ഥലത്തേക്ക് പിശാച് ഓടിപ്പോകും. എന്നിട്ട് വിശ്വാസം പറഞ്ഞു, ബാങ്ക് വിളി കഴിയുമ്പോൾ പിശാച് വീണ്ടും പഴുപ്പാടും. ഇക്കാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും അവൻ ഓടും. ഇക്കാമത്തും അവന് ഇഷ്ടമല്ല. ഇക്കാമത്ത് കഴിയുമ്പോൾ വീണ്ടും അവൻ തിരിച്ചു വന്നിട്ട് നിങ്ങൾക്കിടയിൽ നിൽക്കും. നിങ്ങളുടെ മനസ്സിൽ അവൻ കയറി കൂടി അതേവരെ ഓർക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങൾ ഓർമ്മിപ്പിക്കും. ഇന്നതോർക്ക്, മറ്റതോർക്ക് എന്ന് അവൻ നമ്മളോട് പറയും. അങ്ങനെ എത്ര നിസ്കരിച്ചു, നിസ്കാരത്തിന് എണ്ണം പോലും നമ്മൾ മറന്നുപോകും. ഇത് പിശാച് നമ്മളിൽ ഉണ്ടാക്കി തീർക്കുന്ന അവസ്ഥയാണ്. പിശാച് ഓടുന്ന കാണുമ്പോഴാണ് പട്ടി കുറയ്ക്കുന്നത്. അപ്പോൾ പട്ടി, നിങ്ങൾ കാണാത്ത പിശാചിനെ പട്ടി കാണുന്നു, അപ്പോൾ അത് കുറയ്ക്കും, കഴുത ശബ്ദിക്കും. അതുകൊണ്ട് അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് കാവല ചോദിക്കണം. ഒരുപക്ഷെ പട്ടിയും പന്നിയും തന്നെ പിശാചിന്റെ രൂപം സിദ്ധിച്ചു വരുന്നതുമാകും. അങ്ങനെയും അതിന് സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, കറുത്ത പട്ടി പിശാചാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ടാൽ കൽബുൽ അസ്വദ് ശൈത്വാൻ, കറുത്ത പട്ടി തന്നെ പിശാചാണ്. അപ്പോൾ പട്ടികളുടെ കൂട്ടത്തിൽ കറുത്ത പട്ടി, കറുത്ത പൂച്ചകളൊക്കെ എല്ലാമല്ല, എന്നാൽ അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ രൂപം പ്രാപിച്ചു വരാനോ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഉദഹിയത്തിന്റെ മൃഗങ്ങളെ തിരഞ്ഞെടുക്കുന്നിടത്ത് ആടിനെ തിരഞ്ഞെടുക്കുന്നത് 8 കളറുണ്ട്. 8 നിറത്തിലുള്ള ആടിനെ കുറിച്ച് പറയുന്നിടത്ത് ഉദഹിയത്തിനും അക്കീക്കത്തിനൊക്കെ ഏറ്റവും പറ്റിയത് വെളുത്ത നിറത്തിലുള്ള ആടാണ് ഏറ്റവും നല്ലത്. ഏറ്റവും മോശം കറുത്ത നിറത്തിലുള്ള ആടാണ്. 8ാമത്തെ കാറ്റഗറിയിലാണ് കറുത്ത നിറത്തിലുള്ള ആട് വരുന്നത്. അപ്പോൾ കറുപ്പ് ആടുകളുടെ കൂട്ടത്തിൽ ഉദഹിയത്തിനും അക്കീക്കത്തിനും തിരഞ്ഞെടുക്കുന്നിടത്ത് ഏറ്റവും താഴ്ന്ന നിറമാണ് കറുപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല നിറം വെളുപ്പാണ്. അപ്പൊ ഈ പൈശാചികത എന്ന് പറയുന്നത് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കറുപ്പ് നിറത്തിൽ ഒരു പൈശാചികതയ്ക്ക് സാധ്യതയുണ്ട്. മനുഷ്യരിൽ കറുപ്പും വെളുപ്പും വ്യത്യാസമില്ല. കറുത്തവർക്ക് വെളുത്തവരെക്കാൾ താഴ്ന്ന സ്ഥാനം, വെളുത്തവർക്ക് ഉയർന്ന സ്ഥാനമൊന്നുമില്ല. മൃഗങ്ങളിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നാണ് ഇതെന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ ഇത്തരത്തിൽ ഈ മൃഗങ്ങൾ, പട്ടി പോലുള്ള മൃഗങ്ങൾ പുറപ്പെടുവിക്കുന്ന അപശബ്ദങ്ങൾ, അതിന്റെ കരച്ചിലുകൾ, അത് പിശാചിനെ കാണുമ്പോൾ ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഹദീസിൽ നമ്മൾ മനസ്സിലാക്കി തരുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.